ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കർമ്മമാണോ ശ്രേഷ്ഠം, ഭാഗ്യമാണോ ശ്രേഷ്ഠം? ഒരിക്കൽ മഹാലക്ഷ്മി ഭഗവാൻ നാരായണൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്. അതിനുത്തരമായി ഭഗവാൻ ഒരു ചെറിയൊരു കഥ മഹാലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നോക്കാം. ഒരിക്കൽ ഒരു പശു ഒരു ചളിയിൽ ഒരു കുണ്ടിലകപ്പെട്ട് നിൽക്കുകയായിരുന്നു. അതുവഴി ഒരു കള്ളൻ വന്നു. കള്ളന് ചളിയുടെ അപ്പുറത്തേക്ക് കടക്കണം. അപ്പോൾ കള്ളൻ ആ പശുവിൻ്റെ മുകളിൽ ചവിട്ടി അപ്പുറത്തേക്ക് കടന്നു. കള്ളൻ നടന്നു പോകുന്നതിനിടയിൽ ഒരു 4 സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. കള്ളന് ഭയങ്കര സന്തോഷമായി. കള്ളൻ വീട്ടിലേക്ക് അങ്ങനെ പോയി. പിന്നീട് അതുവഴി ഒരു സന്യാസി വന്നു. സന്യാസിക്ക് ആ പശുവിൻ്റെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ വിഷമവും സങ്കടവും തോന്നി. അങ്ങനെ ആ സന്യാസി ഒരു കയർ കൊണ്ടുവന്നിട്ട് ആ ചെളിയിൽ നിന്നും കരയ്ക്ക് കയറ്റുന്നതിനിടയിൽ സന്യാസിയുടെ കാലിൽ ഒരു ചെറിയ മുറിവ് പറ്റി. അപ്പോൾ മഹാലക്ഷ്മി ചോദിച്ചു ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ, പശുവിനെ രക്ഷിക്കാതെ പോയ കള്ളന് 4 സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. പക്ഷേ ആ പശുവിനെ രക്ഷിച്ച സന്യാസിക്ക് കാലിൽ മുറിവാണ് ഉണ്ടായത്. ഭഗവാനെ, എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കള്ളന് ഇന്ന് അനേക സ്വർണ്ണ നാണയങ്ങൾ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ആ പശുവിനെ രക്ഷിക്കാത്തത് കൊണ്ട് 4 സ്വർണ്ണ നാണയം മാത്രമാണ് കിട്ടിയത്. പക്ഷേ സന്യാസിക്ക് അന്ന് മരണവിധിയായിരുന്നു. സന്യാസി ആ പശുവിനെ രക്ഷിച്ചതുകൊണ്ട് ചെറിയ മുറിവ് മാത്രമാണ് പറ്റിയത്. അപ്പോൾ ആ സന്യാസി നല്ല കർമ്മം ചെയ്തതുകൊണ്ട് മാത്രമാണ് മരണത്തിൽ നിന്നും സന്യാസി രക്ഷപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കാറുണ്ട്. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി അത് നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ കർമ്മമാണ് ശ്രേഷ്ഠം. എല്ലാവരും നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക, നല്ലത് മാത്രം ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഓം നമോ നാരായണായ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.